കർത്തൃദിനം, ശ്രേഷ്ഠദിനം, ആരാധനക്കൊരു ശുദ്ധദിനം. ഹല്ലേലൂയ ഗാനം പാടി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. കർത്തൃദിനം, ശ്രേഷ്ഠ ദിനം. 106ാമത് വാരാന്ത്യത്തിലേക്ക് ദൈവകൃപയാൽ ഏവർക്കും സ്വാഗതം. ദൈവം ഉണ്ടെന്ന് സംശയം കൂടാതെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൽ നിന്നും സഹായം ലഭിക്കൂ. സസൂക്ഷ്മം പരിശോധിച്ചാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അപൂർണത നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മിൽ ആകുല ചിന്തകൾ ഉണരുന്നുണ്ടെങ്കിൽ ദൈവവിശ്വാസത്തിൻ്റെ അഭാവമാണ് അതിൻ്റെ കാരണം. ദൈവം എന്നെ അറിയുന്നു, സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ആകുലചിത്തൻ ആവുക സാധ്യമല്ല. ദൈവം അറിയാതെ യാതൊന്നും സംഭവിക്കുകയില്ലല്ലോ. ഇളകി മറിയുന്ന തിരമാലകളിൽ ഉഴറുന്ന കപ്പൽ പോലെ ജീവിതം ആടി ഉലഞ്ഞാലും കർത്താവ് നമ്മെ പരിപാലിക്കും എന്ന് നാം വിശ്വസിക്കാറുണ്ടോ? നാളെയെപ്പറ്റി ഉത്കണ്ഠകൾ നമ്മുടെ ജീവിതത്തിൽ ഉയരുമ്പോൾ വിശ്വാസരാഹിത്യത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിങ്ങളുടെ തലയിലെ മുടിയിഴകൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന് കർത്താവ് ഉറപ്പു നൽകുമ്പോൾ എന്തിനാണ് നാം ഭയപ്പെടുന്നത്? ദൈവ പരിപാലനയെ പറ്റി വ്യക്തമായി അവിടെ വിവരിച്ചിരിക്കുന്നു. ആ തിരുവചനങ്ങളിൽ നാം ആത്മാർത്ഥമായി വിശ്വസിച്ചാൽ നമ്മുടെ ഉത്കണ്ഠകൾ മാഞ്ഞു പോകുമല്ലോ. നമ്മുടെ ആഗ്രഹത്തിനും തീരുമാനത്തിനും വിപരീതമായി നാം പാപത്തിൽ വീണു പോകുമ്പോൾ ദൈവവിശ്വാസത്തിന്റെ അഭാവത്തെ അത് സൂചിപ്പിക്കുകയാണ്. ബലഹീനത എന്ന ഒഴികഴിവ് പറഞ്ഞ് രക്ഷപ്പെടാനും സാധിക്കില്ല. 139 സങ്കീർത്തനത്തിൽ ദൈവം എല്ലാം കാണുന്നുവെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പാപത്തിൽ വീഴുവാൻ സാധിക്കില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നിരാശ നമ്മുടെ ജീവിതത്തെ ഗ്രസിക്കുന്നുണ്ടെങ്കിൽ നാം ദൈവത്തിൽ നിന്നും അകലെയാണ്. ദൈവവിശ്വാസം നമ്മെ പ്രത്യാശയിലേക്ക് കൈപിടിച്ച് നയിക്കും. മരണാനന്തര ജീവിതത്തെ കണക്കിലെടുക്കാതെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നു എന്ന് കരുതുന്നവരാണ് നിരാശരാകുന്നത്. നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന മരണ കവാടം വിദൂരത്താണെന്ന് കരുതി ജീവിക്കുന്നവർ വിശ്വാസികളല്ല. മരണാനന്തരം കർത്താവിനോട് ചേർന്ന് ജീവിക്കാമെന്ന് കരുതി കാത്തിരിക്കുന്നവരാണ് ദൈവവിശ്വാസികൾ. ലോക ജീവിതകാലത്തെ ദുഃഖത്തിന്റെ മൂടുപടം കർത്താവ് നമ്മുടെ മുഖത്തു നിന്നും മായ്ച്ചു കളയും എന്ന് വിശ്വസിച്ച് കാത്തിരിക്കേണ്ടവരാണല്ലോ നാം എല്ലാവരും. ഒരു നിമിഷത്തേക്കെങ്കിലും കർത്താവിനെ തള്ളിപ്പറഞ്ഞ് സാത്താനെ ആരാധിക്കുന്നവർ ദൈവവിശ്വാസികളല്ല. സത്യം, നീതി തുടങ്ങിയ സനാതന മൂല്യങ്ങളെ തള്ളിപ്പറയുന്നവർ അല്പനേരത്തേക്കാണെങ്കിൽ പോലും അവർ വിശ്വാസികളല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം എപ്രകാരം ജീവിതാനുഭവങ്ങളെ വിലയിരുത്തുന്നു എന്ന് ആത്മശോധന നടത്തണം. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതമാണോ നാം നയിക്കുന്നത് എന്ന് ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പരിശോധിച്ചാൽ സകല ഉത്കണ്ഠകളും നീക്കി നടത്തുന്ന ദൈവത്തിന്റെ കൃപയിൽ ജീവിപ്പാൻ നമുക്ക് ഏവർക്കും സാധിക്കും. നന്മകൾ നേരുന്നു. നിങ്ങളുടെ ജോൺ പോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.